നമുക്ക് ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന മൂർത്തി മുത്തശ്ശന് കുടുംബക്ഷേത്രത്തിലെ കാവിലേക്ക് പോകാനിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും മുത്തശ്ശി വന്നിട്ട് ചോദിച്ചു, അല്ല ഇദ്ദേഹം എന്നോട് നേരത്തെ പറയുമായിരുന്നെങ്കിൽ ഞാനും കൂടെ വരില്ലായിരുന്നു എന്ന് ചോദിച്ചു. അത് പിന്നെ വസ്തരെ പെട്ടെന്നെടുത്ത് തീരുമാനം, എങ്കിലൊരു കാര്യം ചെയ്യാം, ഞാൻ പെട്ടെന്ന് റെഡി ആയിട്ട് വരാം, നമുക്ക് ഒരുമിച്ച് പോകാന്ന് പറഞ്ഞു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞു. അല്ല ഇപ്പൊ എന്താ പെട്ടെന്ന് അവിടേക്ക് പോകാനായിട്ട് തോന്നേ? സാധാരണ കുടുംബക്ഷേത്രത്തിലേക്കല്ലേ പോവാറുള്ളൂ, കാവിലേക്ക് പോവാറില്ലല്ലോ. അത് പിന്നെ മാസത്തിൽ ഒരിക്കലല്ലേ അവിടെ പൂജകളും കാര്യങ്ങളൊക്കെ നടത്താറുള്ളൂ. അപ്പൊ അതുകൊണ്ട് എനിക്കൊന്ന് പോണം തോന്നി, അതുകൊണ്ട് പോവാനായിട്ടാ. അന്നെങ്കിൽ ഞാനും കൂടെ വരാന്ന് പറഞ്ഞു മുത്തശ്ശി പിന്നാലെ കൂടുക. മുത്തശ്ശൻ പക്ഷെ മുത്തശ്ശി ഒഴിവാക്കാൻ ശ്രമിച്ചു. മുത്തശ്ശി ചോദിച്ചു, അല്ല എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ഇന്നത്തെ ദിവസം? എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ടല്ലോ. അതൊക്കെ വസുന്ധരയുടെ വെറുതെ തോന്നല, ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞിട്ട് കൂടുതൽ മുത്തശ്ശൻ സംസാരിക്കാൻ നിൽക്കാതെ ക്ഷേത്രത്തിലേക്ക് പോവാണ്. ഈ സമയത്ത് ആദർശ് പുറത്തേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴത്തേന് നയനയോട് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്തേലും വയ്യായിക എന്തേലും ഉണ്ടെങ്കിൽ എന്നോട് വിളിച്ചു പറഞ്ഞോണം. പിന്നെ അത് വീട്ടുകാരോട് വിളിച്ചു പറഞ്ഞിട്ട് എന്നെ വഴക്ക് കേൾപ്പിക്കാൻ നിൽക്കില്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം നയന പറഞ്ഞു, അത് പിന്നെ ആദർശേട്ടാ, മുമ്പൊരു ദിവസം മുത്തശ്ശിയോട് ഞാൻ പറഞ്ഞു, പക്ഷെ എനിക്ക് കാരണമുണ്ട്. മുത്തശ്ശി ഫോൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വയ്യായികയാന്ന് പറഞ്ഞത്, അവർ പെട്ടെന്ന് ഓടി വരുമെന്ന് ഞാനും വിചാരിച്ചില്ല എന്ന് പറഞ്ഞു. ഇനി അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല, എന്തുണ്ടേലും ആദർശ എന്നോട് വിളിച്ചു പറഞ്ഞോളാം. അത് മതി, കാരണം അവിടെയുള്ളവർക്ക് നല്ല ടെൻഷനായിരിക്കും. നീ എന്തേലും വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് കേട്ടപ്പോൾ നയന പറഞ്ഞു, ആയിക്കോട്ടെ. അല്ല നീ എപ്പോഴാ കുടുംബക്ഷേത്രത്തിലേക്ക് പോണെന്ന് ചോദിച്ചു. ഇപ്പൊ തന്നെ ഇറങ്ങും, എലിസബത്ത് ആന്റി ഒരുങ്ങി വന്നാൽ മതി. എങ്കിൽ ശരി, ഞാൻ നേരത്തെ വല്ലതും വരേണ്ടതുണ്ടോ? ഇല്ല ആദർശേട്ടാ, ആദർശേട്ടൻ പോയിട്ട് പതുക്കെ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആദർശ് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും എലിസബത്ത് വന്നിട്ട് ചോദിച്ചു, അല്ല മോളെ ഇതെന്തിനാ സാധാരണ ക്ഷേത്രത്തിലേക്കല്ലേ പോവാറുള്ളൂ, പിന്നെ കാവിലേക്ക് പോവാറില്ലല്ലോ, എന്താ ഇന്ന് എന്ത് പറ്റി കാവിലേക്ക് പോവാനായിട്ട്? അത് പിന്നെ ഈ കുടുംബക്ഷേത്രത്തിന്റെ മൂലസ്ഥാനം കാവാണല്ലോ, അപ്പൊ അതുകൊണ്ടാ. അല്ല മോളെ, അത് കുറെ ദൂരമില്ലേ, അവിടേക്ക് പോകേണ്ട കാര്യമുണ്ടോ? ആരെങ്കിലും വരാന്നോ മറ്റോ പറഞ്ഞിട്ടുണ്ടോ അവിടെ? ആര്? അല്ല മോളുടെ ചേച്ചി എങ്ങാനും ഇനി. എന്റെ ചേച്ചിയൊന്നും വരത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും അങ്ങോട്ട് പോകണ്ട കേട്ടോ, മോളുടെ ചേച്ചി എങ്ങാനും വരുന്നുണ്ടെങ്കിൽ വെറുതെ എന്നെ വഴക്ക് കേൾപ്പിക്കാനായിട്ട്. കാരണം മറ്റുള്ളവർ ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ചീത്ത പറയുമെന്ന് പറഞ്ഞു. നയൻ പറഞ്ഞു, ആ കാര്യം ഒന്നും ഓർത്ത് ചേച്ചി വിഷമിക്കണ്ട. അതെ, എൻ്റെ ചേച്ചിയല്ല എന്താണെങ്കിലും എന്നെ കാണാൻ വരുന്നേ, അവിടെ ചെന്ന് കഴിയുമ്പോൾ അറിയാന്ന് പറഞ്ഞു. ആരാ മോളെ? അതൊക്കെ അറിയാം, എന്താണെങ്കിലും ചേച്ചി പെട്ടെന്ന് ഇറങ്ങാൻ നോക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ നയനയും എലിസബത്തും കൂടെ കാവിലേക്ക് ചെല്ലുവാണ്. അപ്പം മൂർത്തി മുത്തശ്ശൻ വന്ന് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. നയനയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശൻ പറഞ്ഞു, മോള് പോയി പരദേവതകളെ പ്രാർത്ഥിച്ചിട്ട് വരാൻ പറഞ്ഞു. ഈ സമയത്ത് എലിസബത്ത് ചോദിച്ചു, എന്താ സാറേ ഇതെന്ന് ചോദിച്ചു. അതെ, എനിക്ക് മോളോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ച്. ഒരു കാര്യം ചെയ്യാം, എലിസബത്ത് അവിടേക്ക് മാറി നിൽക്കുക, ഞാൻ അവളുമായിട്ട് കുറച്ചൊക്കെ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ നയനെ അങ്ങോട്ടേക്ക് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശൻ പറഞ്ഞു, മോളോട് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു, അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ അന്ന് സാധിച്ചില്ല, അതുകൊണ്ടാണ് ഞാൻ മോളെ ഇന്ന് ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം നയന പറഞ്ഞു, എനിക്കും തോന്നി മുത്തശ്ശൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ടെന്ന്. ഈ സമയത്ത് മുത്തശ്ശൻ പറഞ്ഞു, മോൾക്ക് ദേഷ്യമുണ്ടോ? കാരണം അന്ന് ആദർശനെ ഞാൻ അവിടെ നിന്ന് ഇറക്കി വിടുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ വിങ്ങല് അത് വല്ലാത്തായിരുന്നു പറഞ്ഞു. കാരണം എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ഞാൻ പുറമേ കാണിച്ചില്ല. ഇറക്കി വിടാനാണെങ്കിൽ ആദർശിനേക്കാളും വലിയൊരു ദുഷ്ടനാണ് കുടുംബത്തിലുള്ള, അറിയാലോ. ഒരുത്തിയെ ഞാൻ എടുത്തു വളർത്തി, അതിനുള്ള പ്രതിഫലം എനിക്ക് കിട്ടി. പക്ഷെ അവരെ പോലും ഇറക്കി വിടാൻ ഞാൻ അവിടെ വെച്ചോണ്ടിരുന്നിട്ട് ആദർശിനെ ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വ്യക്തമായൊരു ഉദ്ദേശം ഉണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പം തകർന്നു പോയത് എൻ്റെ ഹൃദയമാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നയന പറഞ്ഞു, മുത്തശ്ശ മോള് വിഷമിക്കൊന്നും വേണ്ട, ആദർശിനെ ഞാൻ അവിടെ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായൊരു കാരണമുണ്ട്. മോൾക്കറിയാലോ അന്ന് നടന്ന സംഭവങ്ങളൊക്കെ. ആദർശ് പരാജയപ്പെട്ട് വന്ന ദിവസം അന്ന് ഞാൻ അവന്റെ കർണത്തടിച്ചു, ഇറങ്ങിപ്പോടാന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് നല്ലതിന് വേണ്ടിയിട്ടായിരുന്നു. എനിക്കറിയായിരുന്നു ആദർശ് അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ ആരോ ഉള്ളതെന്നുള്ള സത്യങ്ങളൊക്കെ കണ്ടെത്താനായിട്ട് ഇറങ്ങി പുറപ്പെടുമെന്ന് ആ ഒരു ആത്മവിശ്വാസം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അല്ലാതെ ആദർശിനോടുള്ള ദേഷ്യം മോളോടുള്ള ദേഷ്യം കൊണ്ടൊന്നും അല്ലെന്ന് പറഞ്ഞു. നയന പറഞ്ഞു, എനിക്ക് സംശയം ഉണ്ടായിരുന്നു, എൻ്റെ 3-ാം മാസ ചടങ്ങിന് മുത്തശ്ശി വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന കണ്ടപ്പം അതെല്ലാം മുത്തശ്ശിന് വേണ്ടിയിട്ടായിരുന്നില്ലേന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ, എന്തൊക്കെയോ ഒരു കള്ളത്തരങ്ങൾ മുത്തശ്ശി കാണിക്കുന്നുണ്ടല്ലോ എന്ന്. ആ സമയത്ത് മുത്തശ്ശൻ പറഞ്ഞു, എനിക്കറിയാം, ഞാൻ ഇപ്പോൾ എലിസബത്തിനോട് പറഞ്ഞോളൂ, കാരണം ആദർശിനെ പോലെയല്ല മോള്,
ആദർശിനേക്കാളും ബുദ്ധിയുള്ളവളാ, അതുകൊണ്ട് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കുമെന്ന്. അത് കണ്ടാണ് മോൾക്ക് അതൊക്കെ കണ്ടെത്താൻ സാധിച്ചതെന്ന് പറഞ്ഞു. പിന്നെ മോൾക്കറിയാലോ ഇതിന്റെ പിന്നിൽ ആരാ ഉള്ളതെന്ന് ആദർശിന് എളുപ്പത്തിൽ തന്നെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. നയന പറഞ്ഞു, അത് ശരിയാ മുത്തശ്ശ, ആദർശാണ് ഇതിന്റെ പിന്നാലെ തന്നെയുണ്ട്. പിന്നെ ഈ ഹെൻ ജ്വല്ലറിയുടെ പിന്നിൽ ആരോ കിടന്ന് കളിക്കുന്നുണ്ടെന്നാ പറയണേ. ഇപ്പൊ തന്നെയാണെങ്കിലും ആദർശനം പറയണത് ഒന്നെങ്കിൽ അത് കുടുംബത്തിന്റെ ശത്രുക്കളോ നമ്മുടെ ആരുടെയും ശത്രുക്കളായിരിക്കും നമുക്കെതിരെ നീക്കൊണ്ടിരിക്കണമെന്ന. അയാൾ ആരെന്താന്ന് കണ്ടുപിടിക്കുവാണെങ്കിൽ ഇതിന് പിന്നിലെ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും. മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, അത് ശരിയാ മോളെ. ഉം, അത് അധികം വൈകാതെ തന്നെ അവന്റെ മുന്നിൽ വെളിപ്പെടുക തന്നെ ചെയ്യും. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ രണ്ടുപേരും നല്ല തലയെടുപ്പോട് കൂടിയിട്ട് ആ വീട്ടിലേക്ക് കയറി വരുമെന്ന്. അങ്ങനെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ അതൊരു കുടുംബമായിട്ട് മുന്നോട്ട് പോകത്തുള്ളൂ. ഇപ്പം ഞാൻ അനുഭവിക്കുന്ന വേദനയുണ്ടല്ലോ, ഇപ്പോഴെങ്കിലും മോളോട് ഇത് പറയണമെന്ന് എനിക്ക് തോന്നി. പറഞ്ഞില്ലെങ്കിൽ ശരിയാവത്തില്ല എന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ്. മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, മോള് ധൈര്യമായിട്ടിരിക്കുക. പിന്നെ ആദർശനോട് ഈ കാര്യങ്ങളൊന്നും തൽക്കാലത്തേക്ക് പറയാൻ പോകണ്ട. ആദർശം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ആ സ്പിരിറ്റൊക്കെ അങ്ങോട്ട് പോകും. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ശരി മുത്തശ്ശ, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ അവർ എലിസബത്തിന്റെ അടുത്തേക്ക് വന്നു. ആ സമയത്ത് എലിസബത്ത് മൂർത്തി മുത്തശ്ശനെ നോക്കുക. മുത്തശ്ശൻ പറഞ്ഞു, അതെ മോളോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മോളെ എലിസബത്തിനെ ദാമുവിനെയൊക്കെ ഏർപ്പാടാക്കിയത് ഞാനാന്ന് പറഞ്ഞു. അത് കേട്ടപ്പം നയന പറഞ്ഞു, ആ എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു. പിന്നീട് എലിസബത്തിനോട് പറഞ്ഞു, അതെ എന്തേലും ഉണ്ടെങ്കിൽ വിളിക്കാൻ മറക്കരുത്, അറിയാലോ. നയന മോൾക്കോ ആദർശമാനോ എന്തേലും വയ്യായിക ഉണ്ടെങ്കിൽ നീ വിളിച്ചേക്കണം. പിന്നെ കാര്യങ്ങളൊക്കെ ഭംഗിക്ക് തന്നെ നോക്കണം എന്നൊക്കെ പറഞ്ഞൊരു ഉപദേശമൊക്കെ കൊടുത്തിട്ടാണ് മുത്തശ്ശൻ പോകുന്നത്. ഇതേ സമയത്ത് ആദർശ് സേവിയറിനെ കാണാനായിട്ട് വന്നു. മാളവിയോ ഒപ്പം ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ സേവിയർ ഒരു വരച്ചൊരു പിക്ചറെ കൊണ്ട് കൊടുക്കുകയാണ്. ഇതാ സാറേ, ഇതൊന്ന് നോക്ക്. അന്ന് ആ മോഡേൺ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയ അയാളുടെ ഒരു പിക്ചറാണ്. ഞാൻ വളരെ കഷ്ടപ്പെട്ടൊന്ന് ശരിയാക്കി എടുത്ത ഒന്ന് നോക്ക്. ഏകദേശം ഒരു രൂപ ഇതായിരിക്കും എന്ന് പറഞ്ഞു. നാഗേന്ദ്രന്റെ പടമായിരുന്നു കാണിച്ചേ. അങ്ങനെ അത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ആദർശന് എന്തോ മനസ്സിലേക്ക് ഇയാളെ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ ഒരു ചിന്ത വരുന്നുണ്ട്. ആ സമയം സേവർ ചോദിച്ചു, ഇയാളെ വല്ല കണ്ടുപരിചയമുണ്ടോ സാറേന്ന് ചോദിച്ചു. എവിടെയോ ഒരു കണ്ടു മറന്ന് മുഖം പോലെ തോന്നുന്നുണ്ട്, എവിടെയാന്ന് വല്ല ഓർമ്മയുണ്ടോ? അത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. മാളവി പറഞ്ഞു, ഇയാളാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിങ് കോബ്ര. അതായത് എല്ലാവരുടെയും മെയിൻ ശത്രു ഇയാളാന്ന് പറഞ്ഞു. മൂർത്തിജിയുടെ പ്രധാന ശത്രു ഇയാളാണ്. ഇയാളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുവാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പം. അങ്ങനെ നമ്മളെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുവല്ലേ സാറേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ആദർശ് പറഞ്ഞു, അത് ശരിയാ. ഇനി അധികം വൈകാതെ നമുക്ക് ശത്രുക്കളെയൊക്കെ പുറത്തു കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇനി അധികം നാൾ കാത്തിരിക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞു. സേവിയർ പറഞ്ഞു, ഇനി വേണമെങ്കിൽ ഈ പിക്ചറിന് കുറച്ചുകൂടി ഒന്ന് മാറ്റം വരുത്തി നോക്കാം. ചിലപ്പോൾ അങ്ങനെ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ സാറിന് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലായെങ്കിലോ എന്ന് പറഞ്ഞു. ആദർശ് പറഞ്ഞു, നമുക്ക് നോക്കാം ഇയാൾ ആരാ എന്താന്നൊക്കെ. കാരണം ഇയാളെ കുറിച്ചുള്ള എന്തൊക്കെയോ ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. പക്ഷെ ആരാ എന്താന്ന് ഒന്നും അങ്ങോട്ട് പിടികിട്ടുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം സാറേ എന്നൊക്കെ സേവിയർ പറഞ്ഞു. ആദർശ് പറഞ്ഞു, എത്രയും പെട്ടെന്നെങ്കിൽ അത്രയും പെട്ടെന്ന് തന്നെ ഇതിന്റെ പിന്നിലുള്ള രഹസ്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ മൂർത്തി ജ്വല്ലറിക്ക് ഇനി ഉയർച്ച ഉണ്ടാവുള്ളൂ. സാരമില്ല, ഇനി വരുന്ന ഓണം മൂർത്തി ജ്വല്ലറി തോക്കും. അതിന് ആ കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ പറയുന്ന ഏഴ് ജ്വല്ലറിക്കാരുടെ കാലമൊക്കെ കഴിഞ്ഞുപോയി. ഇനി മൂർത്തി ജ്വല്ലറിയുടെ കാലമായിരിക്കും വരാൻ പോകുന്നത്. ഒരു പക്ഷേങ്കിൽ ഏഴ് ജ്വല്ലറിക്കാര് അനി ആ ഡീലിന് പങ്കെടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്കുണ്ടായ അതേ അനുഭവം തന്നെ അവനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ഡീലിൽ പങ്കെടുക്കില്ല എന്നൊക്കെ അനിയോട് പറയാൻ ഞാൻ പറഞ്ഞേ. അതുകൊണ്ടാണ് ആ ഡീൽ ഉറപ്പിക്കാൻ പറ്റിയത്. അല്ലായിരുന്നെങ്കിൽ ഏഴ് ജ്വല്ലറിക്കാർ അടുത്ത് എന്തേലും പണി തന്ന് അനി ആ ഡീലിൽ പങ്കെടുപ്പിക്കാതിരിക്കാൻ ശ്രമിച്ചാണെന്ന് പറഞ്ഞു. സേവിയർ പറഞ്ഞു, ഇനിയിപ്പം അതൊന്നും നോക്കേണ്ട കാര്യമില്ല സാറേ. എന്താണെങ്കിലും അവർക്കൊരു ശത്രുത ഉണ്ടായി കാണും ആ ഡീല് കിട്ടാത്തതുകൊണ്ട്. അതുകൊണ്ട് സാറൊന്നും സൂക്ഷിക്കാൻ നല്ലതെന്ന് പറഞ്ഞു. മാളവി പറഞ്ഞു, അത് ശരിയാ സാറേ, സൂക്ഷിക്കാൻ നല്ലതാ. അല്ലെങ്കിൽ ചിലപ്പം അവരായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞു. കുറച്ച് സമയം കൂടെ സംസാരിച്ചിരുന്നതിന് ശേഷമാണ് ആദർശം മാളവിയും കൂടെ അവിടുന്ന് ഇറങ്ങുന്നത്. പിന്നീട് ആദർശ് വീട്ടിലേക്ക് വരുമ്പോൾ നയനെ സന്തോഷത്തോടെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. നയനയുടെ മുഖത്തെ ആ വെട്ടവും പ്രസാദവും കണ്ടു കഴിഞ്ഞപ്പോൾ ആദർശ് ചോദിച്ചു, എന്താ പദവിയിലും വിപരീതമായിട്ട് മുഖത്തൊരു തെളിച്ചം കൂടുതലുണ്ടല്ലോ? അത് പിന്നെ ആദർശേട്ടാ വെളിച്ചത്തിരിക്കുന്നോണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അല്ല ആദർശേട്ട പോയ കാര്യം എന്തായി? അത് പിന്നെ സേവിയർ അല്ലേ ആള്. സേവിയർ നമ്മുടെ ശത്രുവിന്റെ പിക്ചർ എന്നെ കാണിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ടോ എനിക്ക് അയാളെ കണ്ടിട്ട് നല്ല പരിചയം തോന്നുന്നുണ്ട്. കാരണം സേവിയർ കാണിച്ച പിക്ചർ അത് ശരിക്കുള്ള പിക്ചർ തന്നെയായിരിക്കും. കമ്പ്യൂട്ടറിൽ ആ ചിത്രം തെളിഞ്ഞു വന്നത്. ചില സമയങ്ങളിൽ പോലീസുകാർ പോലും സേവിയറിന്റെ സഹായം തേടാറുണ്ട് കുറ്റവാളികളെ കണ്ടെത്താനായിട്ട്. സേവിയർ ആ ചിത്രങ്ങളൊക്കെ വരച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് ആ പിക്ചർ എന്താളും കൃത്യമായിരിക്കും. പക്ഷെ അയാളെ കണ്ടിട്ട് എനിക്കെന്തോ
ഞാനുമായിട്ടൊരു പരിചയമുണ്ടെന്ന് തോന്നില്ല. കാരണം ഞാൻ കമ്പനിയിലുള്ള സമയത്ത് എനിക്ക് അയാളുമായിട്ട് അടുപ്പമുണ്ടെന്ന് തോന്നുന്നില്ല. ഒരുപക്ഷെ മൂർത്തി മുത്തശ്ശനുണ്ടായിരുന്ന സമയത്ത് ആരെങ്കിലും ആണോന്നും അറിയില്ല. മുത്തശ്ശൻ ശിക്ഷ കൊടുത്തു വിട്ട ആരെങ്കിലും, അതോ എനിക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ മുത്തശ്ശനോട് ചോദിച്ചാൽ പോരെന്ന് നാരാ ചോദിച്ചു. അത് പിന്നെ മുത്തശ്ശനോട് ചോദിക്കുന്നത് എങ്ങനെയാ? കാരണം മുത്തശ്ശൻ്റെ അടുത്ത് ഇതും പറഞ്ഞു എന്നിട്ടുണ്ടെങ്കിൽ മുത്തശ്ശൻ ഓടിക്കില്ലേന്ന് ചോദിച്ചു. അല്ലെങ്കിൽ തന്നെ മുത്തശ്ശൻ ഇപ്പം എന്നെ ഇഷ്ടമില്ലോ എന്ന് പറഞ്ഞു. നയന പറഞ്ഞു, അങ്ങനെയൊന്നും ആയിരിക്കില്ല. നമ്മൾ പുറമെ ഉദ്ദേശിക്കുന്ന പോലൊന്നും ആയിരിക്കില്ല ഓരോരുത്തര്. ചിലപ്പോൾ അവരുടെ ഉള്ളിൽ വേറെ സ്വഭാവമായിരിക്കും എന്ന് പറഞ്ഞു. എന്ത് തന്നെയാണെങ്കിലും ശരി, അധികം വൈകാതെ നമുക്ക് സത്യങ്ങളൊക്കെ കണ്ടെത്താൻ പറ്റും. അത് കേട്ടപ്പോൾ നയന പറഞ്ഞു, ആഹാ, അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അനന്തപുരിയിലേക്ക് പോകാൻ പറ്റൂലേ ആദർശേട്ടാ നമുക്ക്? നിനക്കെന്താ പോവാൻ ധൃതിയായെന്ന് ചോദിച്ചു. അല്ല, എനിക്കറിയാം നിനക്ക് അവിടേക്ക് പോകാനായിട്ട് ഒത്തിരി താല്പര്യമുണ്ടെന്ന്. കാരണം ഇവിടെ നിൽക്കുന്ന ഓരോ സമയത്തും നിനക്ക് വല്ലാത്തൊരു വീർപ്പുമുട്ടല. അവിടെ ചെന്ന് കഴിഞ്ഞാലേ സമാധാനം ആവത്തുള്ളൂ എന്ന് അറിയാം. സാരമില്ല, ധൈര്യമായിട്ടിരിക്കുക. അധികം വൈകാതെ തന്നെ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ആ കാര്യമൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞു. നയനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നു. ഈ സമയത്ത് നന്ദുവിന് അനി ഫോൺ ചെയ്യുവാണ്. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, രാവിലെ വിളിച്ചല്ലോ എടാ, നീ ആയിട്ട് ഉള്ള സ്വസ്ഥത സമാധാനം കളയുമല്ലേന്ന് ചോദിച്ചു. എന്താടി അങ്ങനെ പറഞ്ഞു? അല്ല, നേരം വെളുത്തപ്പോൾ തന്നെ വിളിച്ചതേ. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ എപ്പോഴും വിളിക്കരുത്, അത് പ്രശ്നമാക്കൂന്ന്. ഉള്ള വിളിയും കൂടെ ഇല്ലാതാക്കരുത്. അത് കേട്ടപ്പോൾ അനി പറഞ്ഞു, അങ്ങനൊന്നും ഇല്ല, അതൊക്കെ നിന്റെ വെറും തോന്നൽ മാത്രമാണെന്ന് പറഞ്ഞു. എടാ, നീ ഇടയായിട്ട് ഇച്ചിരി ഓവർ ആവുന്നുണ്ട്. ഇന്നലെ തന്നെയാണെങ്കിലും നീ ഇങ്ങോട്ടേക്ക് വരുകയും ചെയ്തു. അപ്പൊ ഇന്നലെ ഞാൻ വന്നാണോ കുറ്റമായത്? നീ എന്നെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നില്ലായിരുന്നോ? അതുകൊണ്ടാണ് ഞാൻ വന്നേന്ന് പറഞ്ഞു. ഇനിയിപ്പൊ അത് പറഞ്ഞാൽ മതിയല്ലോ. എപ്പോഴൊക്കെ ഇങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവത്തൊന്നുമില്ല, നിനക്കറിയാലോ. എങ്ങാനും ആർക്കെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു. പിന്നെ സംശയം തോന്നുവാണെങ്കിൽ തോന്നട്ടെ, എത്ര കാലം എന്ന് വെച്ചാൽ ഒളിച്ചു മറിച്ചു ഇങ്ങനെ പോകുന്നേ. എടാ, നിന്നോട് നിന്റെ മുത്തശ്ശൻ പറഞ്ഞിട്ടില്ല എന്നെ കാണരുതെന്ന്, അതുപോലെ തന്നെ സംസാരിക്കാൻ കൂട്ടാക്കരുതെന്ന്. എന്നിട്ട് പിന്നെ നീ ഇതിന്റെ ഇടയ്ക്ക് എന്റെ പിന്നാലെ വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും നിന്നെ കുറ്റപ്പെടുത്തും. നിന്റെ വീട്ടിലെങ്ങാനും നിന്റെ അച്ഛനും അമ്മയൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിക്കുന്ന സമയത്താണ് അവന്തിക അങ്ങോട്ട് വരുന്നുണ്ടേ. പെട്ടെന്ന് അനി പറഞ്ഞു, അവന്തിക വരുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞു കോള് കട്ട് ചെയ്തു. ഈ സമയത്ത് അവന്തിക വന്നിട്ട് ചോദിച്ചു, എന്താ അനിയേട്ടാ എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കോള് കട്ട് ചെയ്ത്? കാമുകിയോ മറ്റോ ആണോ, ഗേൾഫ്രണ്ട് ആരെങ്കിലും ആണോ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പം അനു പറഞ്ഞു, അങ്ങനെയൊന്നുമല്ല. ഇനിയിപ്പോൾ ആ നന്ദു എന്ന് പറയുന്നവളാണോ? നന്ദു ആന്നും പറഞ്ഞുകൊണ്ട് നീ ഇനി ഇവിടെ ചെന്ന് എല്ലാവരും പറഞ്ഞു കൊടുത്തിട്ട് എന്നിട്ട് വേണം അമ്മ എങ്ങനെ അറിഞ്ഞു കഴിയുമ്പോഴത്തേനും എന്നെ വന്നിട്ട് നിർത്തിപ്പോയിക്കാനായിട്ട്. ദൈവത്തെ ഓർത്ത് ചതിക്കില്ലേന്ന് പറഞ്ഞു. ആ സമയം അവന്തിക പറഞ്ഞു, അല്ല അനിയേട്ടാ, ഞാനൊരു കാര്യം ചോദിച്ചട്ടെ, അനാമികയായിട്ടുള്ള ഡിവോഴ്സും കാര്യങ്ങളും നടന്നിട്ടില്ലല്ലോ, കോടതി കേസ് നടക്കുമല്ലേ, അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അവളെ അങ്ങോട്ട് ഒഴിവാക്കിക്കൂടെന്ന് ചോദിച്ചു. എങ്ങനെ? അല്ല, അവൾക്ക് പൈസ കൊടുത്ത്, അതെ, പൈസ കൊടുത്ത് ഒഴിവാക്കാനൊന്നും മുത്തശ്ശൻ സമ്മതിക്കില്ല. അതിനോട് മുത്തശ്ശന് താല്പര്യമില്ല. എനിക്കും അതുപോലെ തന്നെയാന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവന്തിക പറഞ്ഞു, എൻ്റെ അനിയേട്ടാ, അങ്ങനെ പൈസ കൊടുത്ത് ഒഴിവാക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ ഒഴിവാക്കണം. പൈസ കൊടുത്ത് ഒഴിവാക്കുവാണെങ്കിൽ പിന്നെ കേസും കൂട്ടമൊന്നും ഇല്ലാതെ എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടക്കുമല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടതും അനി ഒരു ഞെട്ടലോട് കൂടിയിട്ട് അവളെ നോക്കുകയാണ്. അപ്പം അതിൻ്റെ കഥകളൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.